First question. Write the dual to the following LP problem. Write the dual to the following LP problem. Maximize Z is equal to x1 minus x2 plus 3x3 subject to the constraints x1 plus x2 plus x3 less than or equal to 10, 2x1 minus x2 minus x3 less than or equal to 2, 2x1 minus 2x2 minus 3x3 less than or equal to 6, and x1, x2, x3 greater than or equal to 0. ഈ ക്വസ്റ്റ്യൻ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ പ്രൈമൽ എന്നാണ് വിളിക്കുന്നത്. ഇതാണ് നമ്മുടെ പ്രോബ്ലം. ഇതിൻ്റെ ഡ്യൂവൽ കാണാനായി ഇപ്പം ഇതിനെ നമ്മൾ പ്രൈമൽ എന്നാണ് വിളിക്കുന്നത്. ഇതിൻ്റെ ഡ്യൂവൽ കാണാനാണ് ചോദിച്ചേക്കുക. അപ്പം നമ്മുടെ പ്രോബ്ലം എന്താണ്? മാക്സിമൈസേഷൻ. അപ്പോൾ സ്റ്റാൻഡേർഡ് ഫോമിലാണോ ഇത് തന്നേക്കുന്നത് നമ്മൾ ആദ്യം നോക്കണം. മാക്സിമൈസേഷൻ പ്രോബ്ലത്തിന് സ്റ്റാൻഡേർഡ് ഫോമിൽ എല്ലാ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വായിക്കണം. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പാടില്ല. ഈക്വൽ ടു ആണെങ്കിൽ പ്രശ്നമില്ല, നമുക്ക് അത് അൺട്രസ്റ്റഡ് എന്നുള്ളത് പറഞ്ഞാൽ മതി. എല്ലാ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണോ എന്ന് നോക്കണം. അല്ല എങ്കിൽ നമ്മൾ -1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആക്കണം. അപ്പോൾ ഇവിടെ ആ ഒരു പ്രശ്നമില്ല. ഇനി നമ്മൾ നോക്കേണ്ടത് ഇവിടെ എത്ര വേരിയബിൾസ് ഉണ്ട്. ഇവിടെ x1, x2, x3 എന്നും പറഞ്ഞ് 3 വേരിയബിൾസ് ഉണ്ട്. 3 നമ്പർ ഓഫ് കൺസ്ട്രെയിൻസും 3 ആണ്. ഹിയർ m ഈക്വൽ ടു 3 കൺസ്ട്രെയിൻ. നമ്പർ ഓഫ് കൺസ്ട്രെയിൻസ് ആണ് നമ്മൾ സാധാരണ m കൊടുക്കുന്നത്. m ഈക്വൽ ടു 3 കൺസ്ട്രെയിൻ, n ഈക്വൽ ടു 3 വേരിയബിൾസ്. Therefore, dual must have m equal to 3 variables. ഇവിടെ എത്ര കൺസ്ട്രെയിൻസ് ഉണ്ടോ അത്ര ഇവിടെ 1, 2, 3 കൺസ്ട്രെയിൻസ് ഉണ്ട്. അപ്പം നമുക്ക് 3 വേരിയബിൾസ് ആണ് ഡ്യുവലിൻ്റെ അകത്ത്. ഡ്യുവൽ മസ്റ്റ് ഹാവ് 3 വേരിയബിൾസ് ആൻഡ് n ഈക്വൽ ടു 3 കൺസ്ട്രെയിൻസ്. ഇവിടെ എത്ര വേരിയബിൾസ് ഉണ്ടോ അത്രയും കൺസ്ട്രെയിൻസ് ആണ് ഡ്യുവലിൻ്റെ അകത്ത് വരുന്നത്. ഇനി നമ്മുടെ ഇവിടുത്തെ കോയിഫിഷ്യൻറ്റുകൾ C1, C2, C3കളായിരിക്കും ഇവിടുത്തെ B1, B2, B3ക്ക് പകരം വരുന്ന കൺസ്ട്രെയിൻ്റെ കോൺസ്റ്റന്റ് ആയിട്ട് വരാൻ പോകുന്നത്. ഫർദർ ആദ്യത്തേതായതുകൊണ്ടാണ് നമ്മൾ ഇത്ര എക്സ്പ്ലനേഷൻ തരുന്നത്. ദ കോയിഫിഷ്യൻസ് ഓഫ് ദി പ്രൈമൽ the cost coefficients of the primal C1, C2, C3 becomes right hand side constants of the dual. ഇനി റൈറ്റ് ഹാൻഡ് സൈഡ് കോൺസ്റ്റൻസ് B1, B2, B3 എന്ന് പറയുന്നത് ഈ കോയിഫിഷ്യൻറ്റുകളായിട്ട് മാറും. The right hand side constants B1, B2, B3 becomes the coefficients in the dual objective function. ഡ്യുവലിനകത്ത് വരും. അപ്പം നമുക്ക് 3 വേരിയബിൾസ് ആണ് ഉള്ളത്. അപ്പം നമ്മൾ അതിനെ y1, y2, y3 എന്ന് വിളിക്കാം. ലെറ്റ് y1, y2, y3 be the dual variables. ഡ്യുവൽ വേരിയബിൾസ് ആയിട്ട് എടുക്കുക. Then the dual problem is dual LP is. നമുക്ക് ഇവിടെ മാക്സിമൈസേഷൻ ആയിരുന്നു. അപ്പോൾ ഇതിനെ നമ്മൾ മിനിമം ഓഫ് ZY എന്ന് എഴുതണം. മിനിമൈസ്
ZY ഈസ് ഈക്വൽ ടു എന്നും പറഞ്ഞാണ് നമ്മൾ എഴുതുന്നത്. അപ്പം നമ്മൾ എഴുതേണ്ട B1 Y1, B1 എന്ന് പറയുന്നത് 10, B2 എന്ന് പറയുന്നത് 2, B3 എന്ന് പറയുന്നത് 6. അപ്പം 10Y1, 2Y2, 6Y3. മിനിമൈസ് 10Y1, 2Y2, 6Y3. Subject to the constraints. കൺസ്ട്രെയിൻസ് ചെയ്തപ്പോൾ നമ്മൾ എങ്ങനെയാണെന്നാ പറഞ്ഞത്? നമ്മൾ x1ന്റെ കോയിഫിഷ്യൻറ്റുകളാണ് നമ്മുടെ മൊത്തം എല്ലാ കൺസ്ട്രെയിൻസിൻ്റെ അകത്ത് x1ന്റെ കോയിഫിഷ്യൻറ്റുകളാണ് ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് മാറുന്നത്. അപ്പോൾ ഇവിടെ 1, 2, 2. അപ്പോൾ y1, 2y2, 2y3. അപ്പോൾ അതിൻ്റെ ഈസ് മിനിമൈസേഷൻ ആയതുകൊണ്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിട്ട് മാറും. പിന്നെ അതിൻ്റെ കോസ്റ്റ് കോയിഫിഷ്യൻ്റ് ഇവിടുത്തെ കോസ്റ്റ് കോയിഫിഷ്യൻ്റ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നത് ഒന്നും കൂടെ പറയാം, x1ന്റെ കോയിഫിഷ്യൻറ്റുകളാണ് y1, y2, y3കളുടെ കോയിഫിഷ്യൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അത് 1, 2, 2. പിന്നെ അത് ഗ്രേറ്റർ ദാൻ മിനിമൈസേഷൻ ആയതുകൊണ്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഫോമിൽ വരണം. ഈക്വൽ ടു C1 ആണ്. C1 എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്. അപ്പോൾ അത് y1 പ്ലസ് 2y2 പ്ലസ് 2y3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ അകത്തെ ഫസ്റ്റ് കോയിഫിഷ്യൻറ്റ് 1 ആയിരുന്നു. അടുത്തത് നമ്മൾ x2ന്റെ കോയിഫിഷ്യൻ്റ് ആണ് വരുന്നത് 1, -1, -2. ഇവിടെ -1 ആണ്. 1, -1, -2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -1. ഇനി മൂന്നാമത്തെ തന്നെ എഴുതാമെന്ന് നോക്കിയേ. മൂന്നാമത്തെ കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് x3യുടെ കോയിഫിഷ്യൻറ്റുകളാണ് 1, -1, -3. 1, -1, -3. പിന്നെ ഇവിടെ 3. 1, -1, -3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് വരും. വേർ y1, y2, y3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇതാണ് ഇതിൻ്റെ ഡ്യുവലായിട്ട് വരുന്നത്. അപ്പോൾ ഡ്യുവലിൽ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട കാര്യം നമ്മുടെ പ്രോബ്ലം തന്നിരുന്നത് മാക്സിമൈസേഷനാണ്. മാക്സിമൈസേഷൻ ആകുമ്പം എല്ലാം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണോ നോക്കണം. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ അതിനെ -1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമായിരുന്നു. ഇവിടെ അങ്ങനെ ആവശ്യം വന്നില്ല. പിന്നെ നമ്മൾ നോക്കേണ്ട ഇവിടെ എത്ര കൺസ്ട്രെയിൻസ് ഉണ്ട്. ഇവിടെ 3 കൺസ്ട്രെയിൻസ് ഉള്ളത്. അപ്പം ഡ്യുവലിൻ്റെ അകത്ത് 3 വേരിയബിൾസ് വരും. ഇവിടെ 3 വേരിയബിൾസ് ഉള്ളത് കൊണ്ട് ഡ്യുവലിൻ്റെ അകത്ത് 3 കൺസ്ട്രെയിൻസ് വരും. ഇനി നമ്മൾ നോക്കുന്ന ആദ്യത്തെ കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് ഇങ്ങനെ താഴോട്ടാണ്. നമ്മൾ മറ്റേ നേരെ എഴുതുന്നതിന് പകരം താഴോട്ടുള്ള കോയിഫിഷ്യൻറ്റുകൾ നോക്കുക. ഫസ്റ്റ് കൺസ്ട്രെയിൻ്റെ കോയിഫിഷ്യൻറ്റുകൾ എന്ന് പറയുന്നത് x1ന്റെ കോയിഫിഷ്യൻറ്റുകളാണ്. അതിൻ്റെ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ അകത്തെ x1ന്റെ കോയിഫിഷ്യൻറ്റ്. അടുത്ത കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് x2ന്റെ കോയിഫിഷ്യൻറ്റുകളാണ്. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ x2ന്റെ കോയിഫിഷ്യൻ്റാണ് കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെയും വരും. ഇനി മാക്സിമൈസേഷൻ ആകുമ്പോൾ ഡ്യുവൽ മിനിമൈസേഷൻ ആണ്. അതിൻ്റെ കോസ്റ്റ് കോയിഫിഷ്യൻറ്റുകൾ ഈ B1, B2, B3കളാണ് കോസ്റ്റ് കോയിഫിഷ്യൻറ്റുകളായിട്ട് വന്നേക്കുന്നത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ. റൈറ്റ് ദ ഡ്യുവൽ ഓഫ് ദ ഫോളോയിങ് LP പ്രോബ്ലം. Dual of the following LP problem. Minimize Z is equal to 3x1 minus 2x2 plus 4x3 subject to 3x1 plus 5x2 plus 4x3 greater than or equal to 7, 6x1 plus x2 plus 3x3 greater than or equal to 4, 7x1 minus 2x2 minus x3 less than or equal to 10, x1 minus 2x2 plus 5x3 greater than or equal to 3, 4x1 plus 7x2 minus 2x3 greater than or equal to 2, x1, x2, x3 greater than or equal to 0. അപ്പം മിനിമൈസേഷൻ ആണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് എല്ലാം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ് വേണ്ടത്. പക്ഷേ ഇവിടെ ഒരെണ്ണം മാത്രം ലെസ് ദാൻ ഓർ ഈക്വൽ ടു. അപ്പോൾ നമ്മൾ ഇതിനെ ആദ്യം മാറ്റി എഴുതണം. അപ്പം നമ്മുടെ കൺസ്ട്രെയിൻ്റെ അകത്ത് എല്ലാം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അല്ല. അപ്പോൾ നമ്മൾ ഇതിനെ ഇൻറ്റു -1 വെക്കുമ്പോൾ അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിട്ട് മാറും. ഇനി നമ്മൾ നോക്കണം ഇവിടെ എത്ര വേരിയബിൾസാണ് ഉള്ളത്. 3 വേരിയബിൾസാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് അപ്പുറത്ത് 3 കൺസ്ട്രെയിൻസ് വരും.
നമുക്ക് 3 വേരിയബിൾസ് ഉള്ളപ്പം 3 കൺസ്ട്രെയിൻസ് ആണ് ഡ്യുവലിൻ്റെ അകത്ത് വരുന്നത്. ഇനി എത്ര കൺസ്ട്രെയിൻസ് ഉണ്ട് ഇവിടെ? ഇവിടെ 5 കൺസ്ട്രെയിൻസ് ഉണ്ട്. അപ്പോൾ അപ്പുറത്ത് 5 വേരിയബിൾസ് വരും. ഇത്രയും കാര്യങ്ങൾ എഴുതിയിട്ട് വേണം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. അതാണ് നമ്മൾ സിൻസ് the objective function is of minimization all inequalities met by greater than or equal to type. Therefore, the primal പ്രോബ്ലത്തിന് തന്നെ ഒന്നും കൂടി നമ്മൾ എഴുതുകയാണ്. The primal is minimize z is equal to 3x1 minus 2x2 plus 4x3 subject to 3x1 plus 5x2 plus 4x3 greater than or equal to 7, 6x1 plus x2 plus 3x3 greater than or equal to 4. അടുത്തതിനാണ് ചേഞ്ച് വരേണ്ടത്. അടുത്തത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് കിടക്കുന്നത്. നമുക്ക് അതിന് മൈനസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. -7x1 പ്ലസ് 2x2 പ്ലസ് x3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -10 എന്ന് പറയും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 എന്നുള്ളത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -10. പിന്നത്തെ ഇക്വേഷൻസിന് വ്യത്യാസമില്ല. x1 minus 2x2 plus 5x3 greater than or equal to 3, 4x1 plus 7x2 minus 2x3 greater than or equal to 2, x1, x2, x3 greater than or equal to 0. അപ്പം നമുക്ക് ഇവിടെ നമുക്ക് 5 കൺസ്ട്രെയിൻസ് ഉണ്ട്. അപ്പം പുതിയ ഡ്യുവലിൻ്റെ അകത്ത് 5 വേരിയബിൾസ് ഉണ്ട്. സിൻസ് primal has 5 constraints, there are 5 variables in the dual and 3 variables are in primal, so 3 constraints in dual. ഡ്യുവലിൻ്റെ അകത്ത് 3 കൺസ്ട്രെയിൻസേ കാണുള്ളൂ. Therefore, let 5 വേരിയബിൾസ് അല്ലേ വരുന്നത്. ഇതിൻ്റെ അകത്ത് 5 കൺസ്ട്രെയിൻസ് ഉള്ളത് കൊണ്ട് നമ്മുടെ ഡ്യുവലിൻ്റെ അകത്ത് 5 വേരിയബിൾസ് കാണും. ലെറ്റ് y1, y2, y3, y4 ആൻഡ് y5 ബി ദി ഡ്യുവൽ വേരിയബിൾസ്. ഡ്യുവൽ വേരിയബിൾസ് നമ്മൾ y1, y2, y3, y4, y5 എന്നെടുത്തു. ദെൻ ഡ്യുവൽ LP പ്രോബ്ലം ഈസ് ഇത് മിനിമൈസേഷൻ ആയതുകൊണ്ട് മാക്സിമൈസ് ZY ഈസ് ഈക്വൽ ടു നമുക്ക് 5 വേരിയബിൾസ് ഉണ്ട്. ഈ വേരിയബിൾസിന്റെ കോയിഫിഷ്യന്റ് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഇതിന്റെ കോൺസ്റ്റന്റുകളാണ് കോയിഫിഷ്യന്റുകളായിട്ട് വരുന്നത്. അപ്പം അത് 7y1 പ്ലസ് 4y2 മൈനസ് 10y3 പ്ലസ് 3y4 പ്ലസ് 2y5. അപ്പോൾ 7y1 4y2 minus 10y3 3y4 plus 2y5 subject to ഇനി നമുക്ക് കൺസ്ട്രെയിൻസ് എഴുതണ്ടേ. കൺസ്ട്രെയിൻസ് എത്രണ്ണം വരും? ഇവിടെ എത്ര വേരിയബിൾസ് ഉണ്ടോ അത്രയും കൺസ്ട്രെയിൻസ് ആണ് വരുന്നത്. ഇവിടെ നമുക്ക് 3 വേരിയബിൾസ്, അപ്പോൾ ഇവിടെ 3 കൺസ്ട്രെയിൻസേ വരുള്ളൂ. ആദ്യത്തെ കൺസ്ട്രെയിൻ നമ്മൾ പറയുന്ന ആദ്യത്തെ കോൺസ്റ്റന്റിന്റെ കോയിഫിഷ്യന്റുകളാണ്. അപ്പോൾ അവിടെ ഇത് വരും. ഇത് x1ന്റെ കോയിഫിഷ്യന്റുകളാണ്. സബ്ജക്റ്റ് ടു 3y1 6y2 മൈനസ് 7y3 പ്ലസ് y4 പ്ലസ് 4y5. ഇവിടെ മാക്സിമൈസേഷൻ ആയതുകൊണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരും. ഇനി ഇതിന്റെ കോയിഫിഷ്യന്റ് എന്താണെന്നാ പറഞ്ഞേക്കുന്നത്? ഈ x1ന്റെ കോസ്റ്റ് കോയിഫിഷ്യന്റ് ആണ്. അപ്പോൾ അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് വരും.
അപ്പം നമ്മൾ ഓർക്കേണ്ട കാര്യം, നമ്മൾ ആ സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തില്ലെങ്കിൽ നമ്മുടെ കോയിഫിഷ്യന്റിന്റെ വാല്യൂസ് മാറിപ്പോകും. അതായത് മിനിമൈസേഷൻ ആകുമ്പോൾ എല്ലാം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വേണമല്ലോ. അപ്പോൾ അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫോമിലാണ് കിടക്കുന്നതെങ്കിൽ ഈ കോയിഫിഷ്യന്റിന്റെ നെഗറ്റീവ് വാല്യൂ മാറിപ്പോകും. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ അതിനെ സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ മിനിമൈസേഷൻ ആണെങ്കിൽ എല്ലാം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയി. അപ്പം നമ്മൾ സ്റ്റാൻഡേർഡ് ഫോം എഴുതുമ്പോൾ ഇവിടെ എല്ലാം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും. അപ്പം അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇതിന്റെ കോയിഫിഷ്യന്റ് 3 എഴുതി. ഇനി അടുത്ത കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് x2ന്റെ കോയിഫിഷ്യന്റുകളാണ്. അപ്പോൾ അത് 5y1 പ്ലസ് x2ൻ്റെത് y2, അടുത്തത് 2y3 മൈനസ് 2y4 പ്ലസ് 7y5, അതും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. ഇവിടുത്തെ കോസ്റ്റ് കോയിഫിഷ്യന്റ് -2. അടുത്തത് x3യുടെ കോയിഫിഷ്യന്റ് ആണ് വരുന്നത് 4y1 3y2 പ്ലസ് y3 5y4 മൈനസ് 2y5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x3യുടെ കോസ്റ്റ് കോയിഫിഷ്യന്റ് 4. ഇത്രയും കൺസ്ട്രെയിൻസേ വരുള്ളൂ, കാരണം ഇവിടെ 3 വേരിയബിൾസേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ 3 കൺസ്ട്രെയിൻസേ വരുള്ളൂ. പിന്നെ വരുന്നത് എന്താണ്? y1 y2 y3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ അവിടെ 3 വേരിയബിൾസേ ഉള്ളൂ. ആ 3 y1 y2 y3 3 4 5 y4 y5 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. 5 വേരിയബിൾസും 3 കൺസ്ട്രെയിൻസുമാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ മിനിമൈസേഷൻ എന്നുള്ളത് മാക്സിമൈസേഷൻ ആയിട്ട് മാറി. കൺസ്ട്രെയിൻസ് നമ്മൾ ഇങ്ങനെ ഇങ്ങോട്ടാണ് എഴുതുന്നതെന്നുള്ള ഓർക്കുക. ഇതാണ് കോസ്റ്റ് കോയിഫിഷ്യന്റ് ആയിട്ട് ഇവിടെ വരുന്നത് എന്ന് ഓർക്കുക. എത്രയൊക്കെ മെയിൻ ആയിട്ട് ഓർത്തിരുന്നാൽ മതി. Third question. Obtain the dual problem of the following primal LP problem. Minimize Z is equal to x1 plus 2x2 subject to the constraints 2x1 plus 4x2 less than or equal to 160, x1 minus x2 equal to 30, x1 greater than or equal to 10 and x1 x2 greater than or equal to 0. അപ്പം നമ്മുടെ പ്രോബ്ലം മിനിമൈസേഷൻ ആണ്. അപ്പം മിനിമൈസേഷൻ പ്രോബ്ലം ആകുമ്പം നമുക്കെല്ലാം എന്താണ് കിട്ടേണ്ടത്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. അപ്പോൾ ഇവിടെ മാത്രം ഒരെണ്ണം ഈക്വാളിറ്റിയാണ്. ഈക്വാളിറ്റിക്ക് നമുക്ക് ചേഞ്ച് നോക്കാൻ പോകണ്ട. അപ്പം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അല്ലാത്തതിനെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആക്കി മാറ്റണം. അപ്പോൾ ഇതിനെ നമുക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആക്കി മാറ്റണം. അപ്പം നമ്മൾ കൺവേർട്ടിംഗ് ടു സ്റ്റാൻഡേർഡ് ഫോം. Minimize Z is equal to x1 plus 2x2 subject to minus 2x1 minus 4x2 greater than or equal to minus 160. അടുത്തത് x1 മൈനസ് x2 ഈക്വൽ ടു 30. ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 30 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് 30 എന്ന് മാറ്റി എഴുതാം. അതിൻ്റെ ആവശ്യമില്ല. x1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10. എന്നിട്ട് 2 വേരിയബിൾസാണ് ഉള്ളത്, x1ഉം x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. Therefore, the dual has എത്ര വേരിയബിൾസ് ഉണ്ട്? 2 വേരിയബിൾസ് ഉണ്ട്. അപ്പോൾ 2 കൺസ്ട്രെയിൻ ഹാസ് 2 കൺസ്ട്രെയിൻസ്. ഇനി എത്ര കൺസ്ട്രെയിൻസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്? 3 കൺസ്ട്രെയിൻസ് ഉണ്ട്. Therefore, അപ്പുറത്ത് 3 വേരിയബിൾസ് കാണും. ഇവിടെ എത്ര കൺസ്ട്രെയിൻസ് ഉണ്ടോ ഹാസ് 2 കൺസ്ട്രെയിൻസ്. 2 കൺസ്ട്രെയിൻസിന്റെ കാരണം ഇവിടെ 2 വേരിയബിൾസ് ആണ്. ഹാസ് 2 കൺസ്ട്രെയിൻസ് ആൻഡ് എത്ര കൺസ്ട്രെയിൻസ് ഇവിടെ ഉണ്ട്? 3 കൺസ്ട്രെയിൻ. അപ്പോൾ 3 വേരിയബിൾസ്. ഡ്യുവലിൻ്റെ അകത്ത് 2 കൺസ്ട്രെയിൻസും 3 വേരിയബിൾസും ആയിരിക്കും ഉള്ളത്. Therefore, let y1, y2, y3 be the dual variables. Then, dual LP model, LP problem is ഇതിന്റെ ഡ്യുവൽ മിനിമൈസേഷൻ ആയതുകൊണ്ട് മാക്സിമൈസ്
ZY ഈസ് ഈക്വൽ ടു വേരിയബിൾസ് 3 എണ്ണം വരും. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് കോയിഫിഷ്യൻറ്റുകൾ എന്ന് പറയുന്നത് ഈ കോസ്റ്റ് കോയിഫിഷ്യൻറ്റുകൾ -160y1 പ്ലസ് 30y2 പ്ലസ് 10y3 സബ്ജക്റ്റ് ടു. ഇനി നമുക്ക് ആദ്യത്തെ 2 കൺസ്ട്രെയിൻസേ വരുള്ളൂ. ആദ്യത്തേത് x1ന്റെ കോയിഫിഷ്യൻ്റാണ്. അപ്പോൾ അത് -2y1 പ്ലസ് y2, ഇവിടുത്തെ x1 എന്ന് പറയുന്നത് 1 ആണ്, y3 മാക്സിമൈസേഷൻ ആയതുകൊണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമുക്ക് x1ന്റെ കോയിഫിഷ്യൻ്റ് കോസ്റ്റ് കോയിഫിഷ്യൻ്റ് 1. ഇനി അടുത്തത് x2ന്റെ കോയിഫിഷ്യൻ്റ് ആണ് -4y1 മൈനസ് y2. ഇവിടെ x2 ഇല്ലാത്തത് കൊണ്ട് 0y3 ആണ്. അപ്പം അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു x2ന്റെ കോയിഫിഷ്യൻ്റ് 2. ഇനി നമുക്ക് y1 y2 y3കളാണ് നമ്മൾ സാധാരണ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 പറയുന്നത്. ഇവിടെ സെക്കൻഡ് ഇക്വേഷൻ ഈക്വൽ ടു 0 അല്ലേ കിടക്കുന്നത്. സെക്കൻഡ് ഇക്വേഷൻ ഈക്വൽ ടു 0 ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ രണ്ടാമത്തെ വേരിയബിൾ, ഇവിടെ സെക്കൻഡ് ഇക്വേഷൻ ഈക്വൽ ടു ആയതുകൊണ്ട് രണ്ടാമത്തെ വേരിയബിൾ അൺറെസ്ട്രിക്റ്റഡ് എന്ന് പറയും. വേർ y1 y3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് y2 അൺറെസ്ട്രിക്റ്റഡ് ഇൻ സൈൻ. അതിൻ്റെ റീസൺ ഇതാണ്, സെക്കൻഡ് കൺസ്ട്രെയിൻ ഈക്വൽ ടു ടൈപ്പ് ആണ്, ഇംപ്ലൈസ് സെക്കൻഡ് വേരിയബിൾ ഇൻ ഡ്യുവൽ വിൽ ബി അൺറെസ്ട്രിക്റ്റഡ്. നമ്മുടെ സെക്കൻഡ് കൺസ്ട്രെയിൻഡ് ഇൻ പ്രൈമൽ ഈക്വൽ ടു ആയതുകൊണ്ട് സെക്കൻഡ് വേരിയബിൾ ഇൻ ദ ഡ്യുവൽ എന്ന് പറയുന്നത് അൺറെസ്ട്രിക്റ്റഡ് ഇൻ സൈൻ. അപ്പോൾ ചെയ്ത പ്രോസസ്സ് ഒന്നും കൂടെ പറയാം. നമുക്ക് തന്നിരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മിനിമൈസേഷൻ ആയിരുന്നു. അതിൽ ഒരെണ്ണം ഈക്വാളിറ്റി, ഒരെണ്ണം ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഒന്ന് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി മിനിമൈസേഷൻ ആയതുകൊണ്ട് നമുക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആക്കണം. ഈക്വൽ ടുവിന് മാത്രം ചേഞ്ച് വരുത്തിയില്ല. ലെസ് ദാൻ കടന്നതിനെ നമ്മൾ -1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തു. അപ്പം നമുക്കത് ഇങ്ങനെ കിട്ടി. ഇങ്ങനെ കിട്ടിക്കഴിയുമ്പോൾ ഒരെണ്ണം ഇക്വാളിറ്റിയാണ്. അപ്പം നമ്മൾ നോക്കുമ്പോൾ 3 കൺസ്ട്രെയിൻ ഉള്ളത് കൊണ്ട് ഇവിടെ 3 വേരിയബിൾസ് വരണം. ഇവിടെ 2 വേരിയബിൾസേ ഉള്ളൂ, അതുകൊണ്ട് 2 കൺസ്ട്രെയിനെ ഡ്യുവലി കാണുകയുള്ളൂ. അത്രയും പറഞ്ഞു. ഇനി നമ്മൾ x1ന്റെ കോയിഫിഷ്യൻ്റ് വെച്ചിട്ട് ആദ്യത്തെ കൺസ്ട്രെയിനും x2ന്റെ കോയിഫിഷ്യൻ്റ് വെച്ച് രണ്ടാമത്തെ കൺസ്ട്രെയിനും എഴുതി. എന്നിട്ട് y1 y2 y3 വേരിയബിൾസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 പറയുമ്പോൾ നമ്മൾ നോക്കണം എല്ലാം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണോ. അല്ല, ഇവിടെ ഒരെണ്ണം ഈക്വൽ ടു ആണ്. രണ്ടാമത്തെ കൺസ്ട്രെയിൻ മാത്രം ഈക്വൽ ടു ഫോമിൽ വന്നേക്കുന്നത് കൊണ്ട് നമ്മൾ രണ്ടാമത്തെ വേരിയബിൾ, ഡ്യുവലിന്റെ രണ്ടാമത്തെ വേരിയബിൾ അൺറെസ്ട്രിക്റ്റഡ് ഇൻ സൈൻ എന്നും പറഞ്ഞ് എഴുതും. ഒരു പ്രോബ്ലം കൂടെ. Obtain the dual problem of the following primal LP problem. Minimize Zx is equal to x1 minus 3x2 minus 2x3 subject to the constraint 3x1 minus x2 plus 2x3 less than or equal to 7, 2x1 minus 4x2 greater than or equal to 12, minus 4x1 plus 3x2 plus 8x3 equal to 10, x1 x2 greater than or equal to 0, x3 unrestricted in sign. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മിനിമൈസേഷൻ ആണ്. മിനിമൈസേഷൻ ആകുമ്പോൾ നമുക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വന്നതിന് നമ്മൾ -1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. പക്ഷേ ഇത് ഇവിടെ ഒരു ഈക്വാളിറ്റി കിടക്കുന്നത് കൊണ്ട് നമ്മൾ ആ മൂന്നാമത്തെ ഇക്വേഷൻ ഇക്വാളിറ്റി ആയതുകൊണ്ട് മൂന്നാമത്തെ വേരിയബിൾ അൺറെസ്ട്രിക്റ്റഡ് ആണ്. നമുക്ക് ഡ്യുവലിൻ്റെ അകത്തെ മൂന്നാമത്തെ വേരിയബിൾ അൺറെസ്ട്രിക്റ്റഡ് ആണെന്ന് പറയാൻ പറ്റും. പിന്നെ ഇവിടെ
രണ്ട് വേരിയബിൾസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0യും മൂന്നാമത്തെ വേരിയബിൾ അൺറെസ്ട്രിക്റ്റഡ് ഇൻ സൈനോ. അപ്പൊ നമുക്ക് അപ്പുറത്ത് ഡ്യുവലിന്റെ അകത്തെ മൂന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഈക്വൽ ടു ആയിരിക്കും. അപ്പൊ അത്രയും കാര്യങ്ങൾ ഇത് ഇത്രയും അൺറെസ്ട്രിക്റ്റഡ് ഒക്കെ വന്നേക്കുന്നത് കൊണ്ട് അത് നമുക്കൊന്ന് സ്റ്റേറ്റ് ചെയ്തിട്ട് പ്രോബ്ലം എഴുതിയാൽ മതി. കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകാതെ പോകും. ഹിയർ there are 3 variables. So the dual has 3 constraints. The primal problem has 3 constraints. So dual has 3 variables. Here the primal problem, here in the primal problem, third constraint is of equal to type. Therefore third variable അത് y3 ഈസ് ഇവിടുത്തെ കൺസ്ട്രെയിൻ ഈക്വൽ ടു വരുമ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് വേരിയബിൾ ആണ് അൺറെസ്ട്രിക്റ്റഡ് വരുന്നത്. തേർഡ് വേരിയബിൾ ഈസ് അൺറെസ്ട്രിക്റ്റഡ് ഇൻ സൈൻ. ഇതുകൊണ്ടും തീരുന്നില്ല. അപ്പൊ നമുക്ക് ഇവിടുത്തെ തേർഡ് വേരിയബിൾ ഈക്വൽ ടു വന്നേക്കുന്നത് കൊണ്ട് തേർഡ് വേരിയബിൾ അൺറെസ്ട്രിക്റ്റഡ് എന്ന് കിട്ടി. ഇനി ഇവിടെ ഒരു അൺറെസ്ട്രിക്റ്റഡ് ഉണ്ട്. അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് കൺസ്ട്രെയിൻ ഈക്വൽ ടു ആയിരിക്കുമല്ലോ. തേർഡ് കൺസ്ട്രെയിൻ നമ്മൾ ഈക്വൽ ടു പറഞ്ഞു. തേർഡ് കൺസ്ട്രെയിൻ ഈസ് ഓഫ് ഈക്വൽ ടു ടൈപ്പ് ആയതുകൊണ്ട് തേർഡ് വേരിയബിൾ അൺറെസ്ട്രിക്റ്റഡ് ഇൻ സൈൻ. ഇൻ ദ പ്രൈമൽ പ്രോബ്ലം തേർഡ് വേരിയബിൾ ഈസ് അൺറെസ്ട്രിക്റ്റഡ്. തേർഡ് വേരിയബിൾ അൺറെസ്ട്രിക്റ്റഡ് ആയതുകൊണ്ട് സോ ഇൻ ദ ഡ്യുവൽ third constraint will be equal to type. അപ്പോൾ അത് ഈക്വൽ ടു ടൈപ്പ്. മൂന്നാമത്തെ വേരിയബിൾ ഇവിടെ അൺറെസ്ട്രിക്റ്റഡ് ആയതുകൊണ്ട് ഇവിടുത്തെ നമ്മുടെ ഡ്യുവലിന്റെ മൂന്നാമത്തെ കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് ഈക്വൽ ടു ടൈപ്പ് ആയിരിക്കും. ഇനി നമുക്ക് ഈ മിനിമൈസേഷൻ ആയതുകൊണ്ട് ആദ്യം ഇതിനെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആക്കി മാറ്റണം. പ്രൈമൽ ഒന്നും കൂടെ റീറൈറ്റ് ചെയ്യണം. ദ പ്രൈമൽ പ്രോബ്ലം ഈസ്, നമ്മൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആക്കിയില്ലെങ്കിൽ സൈൻ മാറിപ്പോയതുകൊണ്ടാണ്. പ്രൈമൽ പ്രോബ്ലം ഈസ് മിനിമൈസ് z is equal to zx is equal to x1 minus 3 x2 minus 2 x3 subject to. ആദ്യത്തേത് ആണ് ഇൻഇക്വാളിറ്റി ലെസ് ദാൻ ആണ്, ഗ്രേറ്റർ ദാൻ ആക്കണം. അപ്പോൾ അത് മൈനസ് 3x1 പ്ലസ് 2 പ്ലസ് x2 പ്ലസ് x2 മൈനസ് 2x3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -7. രണ്ടാമത്തെ കൺസ്ട്രെയിൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വ്യത്യാസമൊന്നുമില്ല. 2x1 മൈനസ് 4x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 12. അടുത്തത് ഈക്വാളിറ്റി ആണ്, അതിനും ചേഞ്ച് ഒന്നുമില്ല. 4x1 പ്ലസ് 3x2 പ്ലസ് 8x3 ഈക്വൽ ടു 10. x1 x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. x3 unrestricted. The dual LP problem is, dual LP model is, അത് മാക്സിമൈസ്, ഇത് മിനിമൈസ് ആയതുകൊണ്ട് മാക്സിമൈസ് ZY is equal to 3 വേരിയബിൾസ് ആണ് വരുന്നത്. അതിന്റെ കോയിഫിഷ്യന്റുകൾ -7, 12, 10. മാക്സിമൈസ് -7 y1 പ്ലസ് 12y2 പ്ലസ് 10y3 സബ്ജക്ട് ടു. ഇനി എങ്ങനെയാ? ആദ്യത്തെ കൺസ്ട്രെയിൻ x1ന്റെ കോയിഫിഷ്യന്റുകളാണ്. -3y1 പ്ലസ് 2y2 മൈനസ് 4y3. മാക്സിമൈസേഷൻ ആയതുകൊണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു x1ന്റെ കോയിഫിഷ്യന്റ് 1. അടുത്തത് x2ന്റെ കോയിഫിഷ്യന്റ് ആണ്. ഇവിടെ മൂന്നാമത്തേത് ഈക്വൽ ടു വരും, കാരണം x3 അൺറെസ്ട്രിക്റ്റഡ് ആയിരുന്നു. ഇനി രണ്ടാമത്തേതിന്റെ കോയിഫിഷ്യന്റ് ആണ് രണ്ടാമത്തെ കൺസ്ട്രെയിൻ. അപ്പോൾ അത് y1 -4y2 പ്ലസ് 3
y3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു -3. അടുത്ത കൺസ്ട്രെയിൻ ഇവിടുത്തെ വേരിയബിൾ അൺട്രസ്റ്റഡ്, മൂന്നാമത്തെ വേരിയബിൾ അൺട്രസ്റ്റഡ് ആയതുകൊണ്ട് ഇവിടെ ഈക്വൽ ടു ആയിരിക്കും. അത് മൂന്നാമത്തെ x3യുടെ കോയിഫിഷ്യന്റുകളാണ് വരുന്നത്. അപ്പോൾ അത് -2y1, രണ്ടാമത്തെ അകത്ത് x3 ഇല്ല, അപ്പോൾ അത് 0y2 എഴുതണ്ട, +8y. അപ്പോൾ അത് -8y3, ഇവിടുത്തേത് -2. അപ്പോൾ x3യുടെ കോയിഫിഷ്യന്റുകൾ നമ്മൾ അവിടെ എഴുതുന്ന -2y1, ഇവിടെ വേരിയബിൾ ഇല്ല, അതുകൊണ്ട് y2 ടേം ഇല്ല. പിന്നെ 8y3 ലെസ് ദാൻ ഓർ, നമുക്ക് അവിടെ ഈക്വൽ, സാധാരണ നമ്മൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് എഴുതുന്നത്. ഇവിടെ നമ്മൾ ഈക്വൽ ടു എഴുതണം. കാരണം എന്താണ്, ഈ വേരിയബിൾ നമ്മുടെ x3 എന്നുള്ള വേരിയബിൾ അൺട്രസ്റ്റഡ് ആയിരുന്നത് കൊണ്ട് നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈക്വൽ ടു വരും. ഇവിടെ വേരിയബിൾസ് എഴുതുമ്പം മൂന്നാമത്തെ വേരിയബിൾ നോക്കിയാൽ ഈക്വൽ, കൺസ്ട്രെയിൻ ഈക്വൽ ടു ആയതുകൊണ്ട് y1 y2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, y3 അൺറെസ്ട്രിക്റ്റഡ്. ഇവിടെ 2 3 ആയതുകൊണ്ട് ഒരേപോലെ തോന്നുന്നതാണ്. പക്ഷെ ഈ ഈക്വൽ ടു മൂന്നാമത്തേത് ഇവിടെ ഈക്വൽ ടു വന്നുകൊണ്ട് ഇവിടുത്തെ y3 അൺറെസ്ട്രിക്റ്റഡ് വന്നു. ഇവിടെ x3 അൺറെസ്ട്രിക്റ്റഡ് വന്നതുകൊണ്ടാണ് ഈ മൂന്നാമത്തെ ഇക്വേഷൻ ഇവിടെ ഇക്വേഷൻ ആയിട്ട് മാറിയത്. അത് മാറിപ്പോകരുത്. ഇവിടെ ഇത് x2 ആയിരുന്നു എന്ന് വിചാരിക്കും. ഇത് x2 ആയിരുന്നുവെങ്കിൽ x2 അൺറെസ്ട്രിക്റ്റഡ് എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ കൺസ്ട്രെയിൻ ആയിരുന്നു ഈക്വൽ ടു വരുന്നത്. ഇതിപ്പോൾ രണ്ടും മൂന്നാമത്തേത് വന്നുകൊണ്ടൊരു കൺഫ്യൂഷൻ വരുന്നതാണ്. നിങ്ങൾ ഓർക്കേണ്ട കാര്യം, എത്രാമത്തെ വേരിയബിൾ ആണ് ഇവിടെ അൺറെസ്ട്രിക്റ്റഡ് വന്നത്, അപ്പോൾ അത്രാമത്തെ കൺസ്ട്രെയിൻ, ഇവിടെ മൂന്നാമത്തെ വേരിയബിൾ അൺറെസ്ട്രിക്റ്റഡ് വന്നതുകൊണ്ട് മൂന്നാമത്തെ ഇക്വേഷൻ ആയിട്ട് മാറി. ഇവിടെ ഇക്വാളിറ്റി വന്നത് മൂന്നാമത്തെ ഇതാ, അപ്പോൾ ഇവിടെ മൂന്നാമത്തെ വേരിയബിൾ അൺറെസ്ട്രിക്റ്റഡ് ആയിട്ട് മാറി. അതാണ് മെയിൻ ആയിട്ട് ഓർക്കേണ്ടത്.